ഇനി നമുക്ക് ഇൻഡിഫറൻസ് കർവിന്റെ കുറച്ച് ഫീച്ചേഴ്സ് നോക്കാം. ഒന്നാമത്തെ കാര്യം, നമ്മൾ ഈ പറഞ്ഞ നമുക്കറിയാം കർവിന്റെ ഷേപ്പ് ഇങ്ങനെയാണ് ഷേപ്പ് ഇരിക്കുന്നത്. ഈ ഷേപ്പ് ഒറിജിൻ നോക്കുമ്പോൾ, സീറോ നോക്കുമ്പോൾ ഈ ഷേപ്പിന് നമ്മൾ കോൺവെക്സ് ഷേപ്പ് എന്നാണ് പറയുന്നത്. ഈ ഷേപ്പിനെ നമ്മൾ എന്താ പറയാ? കോൺവെക്സ് ഷേപ്പ് എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് പറയാം ഇൻഡിഫറൻസ് കർവ് ഈസ് കോൺവെക്സ് ടു ദ ഒറിജിൻ. ഇൻഡിഫറൻസ് കർവ് കോൺവെക്സ് ആണ്. അതിന് കാരണം മറ്റൊന്നുമല്ല, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഡിമിനിഷിംഗ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ തന്നെയാണ്. ഈ കോൺവെക്സ് ഷേപ്പിനുള്ള കാരണം ഓരോ x1 കൂടുമ്പോഴും കുറഞ്ഞു വരുന്ന x2ന്റെ അളവ് കുറഞ്ഞു വരുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഡിമിനിഷിംഗ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ കാരണം കൊണ്ടാണ് ഇൻഡിഫറൻസ് കർവ് കോൺവെക്സ് ആയിരിക്കുന്നത്. രണ്ടാമത്തെ പോയിന്റ്, ഒന്നാമത്തെ പോയിന്റ് ക്ലിയർ ആണല്ലോ, ഇൻഡിഫറൻസ് കർവ് ഈസ് കോൺവെക്സ് ടു ദ ഒറിജിൻ. രണ്ടാമത്തെ പോയിന്റ്, ഇറ്റ് സ്ലോപ്സ് ഡൗൺവേർഡ് ടു ദ റൈറ്റ്. ഡയഗ്രത്തിന്റെ റൈറ്റ് സൈഡ് അതാണ്, ലെഫ്റ്റ് സൈഡ് ഇതാണ്. ഇറ്റ് സ്ലോപ്സ് ഡൗൺവേർഡ് ടു ദ റൈറ്റ്. ഇത് താഴേക്ക് സ്ലോപ്പ് ഡൗൺ ചെയ്തിരിക്കുന്നു. അതിനുള്ള കാരണം മറ്റൊന്നുമല്ല, ഒരു വസ്തുവിന്റെ അളവ് കൂടുമ്പോൾ, x1ന്റെ അളവ് കൂടുമ്പോൾ അല്ലെങ്കിൽ ഗ്ലാസ് ഓഫ് വാട്ടറിന്റെ അളവ് കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞു യൂട്ടിലിറ്റി സെയിം ആയിട്ട് നിർത്തുന്നതിന് വേണ്ടിയിട്ട് ബനാനാസിന്റെ അളവ് കുറയ്ക്കണം. അപ്പൊ ഒന്നിന്റെ അളവ് കൂടുമ്പോൾ മറ്റതിന്റെ അളവ് കുറയുന്നത് കൊണ്ടാണ് ഇത് സ്ലോപ്പ് ഡൗൺവേർഡ് ആയിരിക്കുന്നത്. ഒന്നിന്റെ അളവ് കൂടുമ്പോൾ മറ്റേ വസ്തുവിന്റെ അളവ് കുറയുന്നത് കൊണ്ടാണ് ഇത് സ്ലോപ്പ് ഡൗൺവേർഡ് ആയിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്കറിയാം ഡിമിനിഷിംഗ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ വർക്ക് ചെയ്യുന്നത് നമുക്കറിയാം. എന്തായാലും രണ്ട് ഫീച്ചേഴ്സ് ആണ് നമ്മൾ പറഞ്ഞത്. ഒന്ന്, ഇൻഡിഫറൻസ് കർവ് ഈസ് കോൺവെക്സ് ടു ഒറിജിൻ. രണ്ട്, ഇറ്റ് സ്ലോപ്സ് ഡൗൺവേർഡ് ടു റൈറ്റ്. ഇനി മറ്റൊരു കാര്യം, higher the indifference curve, higher the satisfaction. ഇപ്പോ ഇൻഡിഫറൻസ് കർവ്, മുകളിലുള്ള ഇൻഡിഫറൻസ് കർവ് താഴെയുള്ള ഇൻഡിഫറൻസ് കർവിനെ അപേക്ഷിച്ച് മുകളിലുള്ള ഇൻഡിഫറൻസ് കർവ് കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ കൊടുക്കും. ഫോർ എക്സാമ്പിൾ നോക്കിയാൽ നിങ്ങൾക്കറിയാം, നമ്മളിവിടെ രണ്ട് ഇൻഡിഫറൻസ് കർവ് വരച്ചിട്ടുണ്ട്. ആദ്യത്തെ ഇൻഡിഫറൻസ് കർവ് എടുത്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ ആ പോയിന്റ്സ് നിങ്ങൾക്ക് അറിയാം, എ ബി രണ്ട് പോയിന്റ്സ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. എയില് നമുക്ക് 3, 2 ആണ്. നമ്മുടെ കണക്കനുസരിച്ച് 3 x1 2 x2. ഇപ്പൊ x1 x2 എന്നൊക്കെ പറയാം, നമുക്ക് അറിയാം 3 x1 2 x2. മറിച്ച് ബി എന്ന പോയിന്റിലോ 3 x1 4 x2. നമ്മുടെ മോണോട്ടോണിക് പ്രിഫറൻസ് അനുസരിച്ച് തീർച്ചയായും കൺസ്യൂമറിന് ബി എന്ന പോയിന്റ് ആയിരിക്കും പ്രിഫർ ചെയ്യുക. കാരണം എന്താ, ഒന്നിന്റെ അളവ് കൂടുന്നു, മറ്റേ അളവിൽ വ്യത്യാസമില്ല. അപ്പോ തീർച്ചയായിട്ടും രണ്ടാമത്തെ ഇൻഡിഫറൻസ് കർവ്, ഹയർ ഇൻഡിഫറൻസ് കർവ് അദ്ദേഹത്തിന് കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ കൊടുക്കും. ബിക്കോസ് ദ നമ്പർ ഓഫ് ഗുഡ്സ് ആർ മോർ ഇൻ ദാറ്റ്. As the monotonic preference says, if there is an increase of one good without decreasing the other good, definitely consumer will have a much more preference for that good. അല്ലെ, കൺസ്യൂമറിന് ആ ഗുഡിനോട് കൂടുതൽ പ്രിഫറൻസ് ഉണ്ടാകും. സോ ഹയർ ദ ഇൻഡിഫറൻസ് കർവ്, ഹയർ ദ സാറ്റിസ്ഫാക്ഷൻ. ഇവിടെ പോയിന്റ് ബി എന്നുള്ളത് ഹയർ ഇൻഡിഫറൻസ് കർവിലാണ്. സോ പോയിന്റ് ബി കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ കൊടുക്കുന്നു, ഹയർ ഇൻഡിഫറൻസ് കർവ് ഹയർ സാറ്റിസ്ഫാക്ഷൻ കൊടുക്കുന്നു. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി അടുത്തൊരു കാര്യം, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ടു ഇൻഡിഫറൻസ് കർവ്സ് നെവർ ഇന്റർസെക്ട് ഈച്ച് അതർ. രണ്ട് ഇൻഡിഫറൻസ് കർവുകള് കൂട്ടിമുട്ടാൻ പാടില്ല. കൂട്ടിമുട്ടി എന്താ സംഭവിക്കാൻ നിങ്ങൾക്ക് നോക്കി ഇവിടെ മനസ്സിലാവും. പോയിന്റ് എയില് രണ്ട് ഇൻഡിഫറൻസ് കർവുകൾ കൂട്ടിമുട്ടുന്നുണ്ട്. ഇപ്പൊ ആദ്യ ഇൻഡിഫറൻസ് കർവുകൾ നിങ്ങൾക്ക് നോക്കി അറിയാം, എയും ബിയും ഒരേ ഇൻഡിഫറൻസ് കർവിലാണ് കിടക്കുന്നത്. അതുപോലെ എയും സിയും ഒരേ ഇൻഡിഫറൻസ് കർവ്, മറ്റൊരു ഇൻഡിഫറൻസ് കർവ് കിടക്കുന്നത്. അപ്പൊ എയും ബിയും ഒരേ ഡിഫറൻസ് കിടക്കുമ്പോൾ ദ സാറ്റിസ്ഫാക്ഷൻ ഡിറൈവ്ഡ് ഫ്രം പോയിന്റ് എ ആൻഡ് ബി ഷുഡ് ബി ദ സെയിം. അല്ലെ, എയിൽ നിന്നും ബിയിൽ നിന്നും കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ ഷുഡ് ബി ദ സെയിം. അതുപോലെ എയും സിയും മറ്റൊരു ഡിഫറൻസിലാണ് കിടക്കുന്നത്. സോ ദ സാറ്റിസ്ഫാക്ഷൻ ഷുഡ് ബി സെയിം ദർ ഓൾസോ. അപ്പോൾ എയിലും സിയിലും സാറ്റിസ്ഫാക്ഷൻ സെയിം ആവണം, എയിലും ബിയിലും സാറ്റിസ്ഫാക്ഷൻ സെയിം ആവണം. അപ്പൊ അങ്ങനെ വരുമ്പോ എയിലെ സാറ്റിസ്ഫാക്ഷൻ ബിക്ക് തുല്യമാണ്, എയിലെ സാറ്റിസ്ഫാക്ഷൻ സിക്ക് തുല്യമാണെങ്കിൽ തീർച്ചയായിട്ടും ബിയുടെ സാറ്റിസ്ഫാക്ഷനും സിയുടെ സാറ്റിസ്ഫാക്ഷനും തുല്യമായിരിക്കണം. മാത്തമാറ്റിക്കലി അങ്ങനെയാണ്. എയുടെ സാറ്റിസ്ഫാക്ഷൻ ഇസ് ഈക്വൽ ടു ബി ആണെങ്കിൽ, എ ഇസ് ഈക്വൽ ടു സി ആണെങ്കിൽ ഡെഫിനറ്റ്ലി ബി ഷുഡ് ബി ഈക്വൽ ടു സി. പക്ഷെ അല്ല എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. കാരണം എന്താ, ബിയിൽ നമുക്ക് എത്രയുള്ളൂ, 4 1 ഉള്ളൂ, 4 x1 ഒരു x2 ഉള്ളൂ. വേറെ സിയിൽ എങ്ങനെയാണ്, 4 3 ഉണ്ട്. സിയില് 4 3 ഉണ്ട്.
എന്ന് വെച്ചാൽ ഒരു വസ്തുവിന്റെ അളവ് കൂടുന്നുണ്ട്, മറ്റേ വസ്തു സെയിം ആയി നിൽക്കുന്നുണ്ട്. ഇറ്റ് ഡെഫിനറ്റ്ലി ഗീവ്സ് മോർ സാറ്റിസ്ഫാക്ഷൻ. ഏത് പോയിന്റ്? സി ഗീവ്സ് മോർ സാറ്റിസ്ഫാക്ഷൻ ദാൻ ബി. അപ്പോൾ ഇവിടെ കോൺട്രാഡിക്ഷൻ ആയി. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബിയും സിയും തുല്യമാകണം. എങ്ങനെയാണെങ്കിൽ ഇഫ് അറ്റ് എ the both curves are intersecting each other. രണ്ട് കർവുകൾ കൂടി ഇന്റർസെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് രണ്ടും ഒരേ സാറ്റിസ്ഫാക്ഷൻ തരണം. ഏത്? ബിയും സിയും ഒരേ സാറ്റിസ്ഫാക്ഷൻ തരണം. പക്ഷെ അങ്ങനെയല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ രണ്ട് കർവ്സ് ഇന്റർസെക്ട് ചെയ്യാൻ പാടുള്ളതല്ല. മനസ്സിലായല്ലോ? എയും ബിയും ഒരേ സാറ്റിസ്ഫാക്ഷൻ തരുന്നു, എയും സിയും ഒരേ സാറ്റിസ്ഫാക്ഷൻ തരുകയാണെങ്കിൽ ബി ഷുഡ് ബി ഈക്വൽ ടു സി. പക്ഷെ അങ്ങനെയല്ല. അതുകൊണ്ട് തന്നെ രണ്ട് ഇൻഡിഫറൻസ് കർവ്സ് ഇന്റർസെക്ട് ചെയ്യാൻ പാടുള്ളതല്ല. They never intersect each other. ഇനി ഇൻഡിഫറൻസ് മാപ്പ്. ഇൻഡിഫറൻസ് മാപ്പ് എന്ന് പറയുന്നത് എ ഫാമിലി ഓഫ് ഇൻഡിഫറൻസ് കർവ്. ഇവിടെ കുറച്ച് ഇൻഡിഫറൻസ് കർവ് കൺസ്യൂമറിന് ഡിഫറെന്റ് സാറ്റിസ്ഫാക്ഷൻ കൊടുക്കുന്ന കൺസംഷൻ ബണ്ടിലുകളുടെ കോമ്പിനേഷനുകളാണ് കൊടുത്തിരിക്കുന്നത്. ആ കോമ്പിനേഷൻസ് അനുസരിച്ച് കൺസ്യൂമറിന് ഡിഫറെന്റ് ഇൻഡിഫറൻസ് കർവുകളുണ്ട്. ഓരോ ഇൻഡിഫറൻസ് കർവും ഹയർ ദ ഇൻഡിഫറൻസ് കർവ് നേരത്തെ പറഞ്ഞു, ഹയർ ദ സാറ്റിസ്ഫാക്ഷൻ. സോ ഡെഫിനറ്റ്ലി കൺസ്യൂമർ വിൽ ഹാവ് എ ടെൻഡൻസി ടു മൂവ് ഫ്രം ലോവർ ഇൻഡിഫറൻസ് കർവ് ടു ഹയർ ഇൻഡിഫറൻസ് കർവ്. കൺസ്യൂമറിന് അതാണ് ആരോ മാർക്ക് അവിടെ കാണിച്ചിരിക്കുന്നത്. കൺസ്യൂമർ എപ്പോഴും താഴെയുള്ള ഇൻഡിഫറൻസ് കർവിൽ നിന്ന് ഹയർ ഇൻഡിഫറൻസ് കർവിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു. ബിക്കോസ് കൺസ്യൂമർ always wants to increase his satisfaction. അല്ലേ? കൺസ്യൂമർ അദ്ദേഹത്തിന്റെ സാറ്റിസ്ഫാക്ഷൻ എപ്പോഴും കൂട്ടാൻ ആഗ്രഹിക്കുന്നു. So he would always like to move from a lower indifference curve to an higher indifference curve. That is what the arrow mark shows over there. അപ്പോ ഇൻഡിഫറൻസ് മാപ്പ് എന്ന് പറയുന്നത് it is a family of indifference curve and the consumer always would like to move from lower indifference curve to higher indifference curve. കൺസ്യൂമർ എപ്പോഴും ലോവർ ഇൻഡിഫറൻസ് കർവിൽ നിന്ന് ഹയർ ഇൻഡിഫറൻസ് കർവിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു. കാരണം ഹയർ ഇൻഡിഫറൻസ് കർവ് കൺസ്യൂമറിന് ഹയർ സാറ്റിസ്ഫാക്ഷൻ കൊടുക്കുന്നു. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നമ്മൾ പറഞ്ഞു മോണോട്ടോണിക് പ്രിഫറൻസ് പറഞ്ഞു. അത് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കൺസംഷൻ ബണ്ടിലാണ്. മോണോട്ടോണിക് പ്രിഫറൻസ് നമ്മൾ പറഞ്ഞു, ഇൻഡിഫറൻറ്റ് ബണ്ടിൽസ് നമ്മൾ പറഞ്ഞു, മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മൾ പറഞ്ഞു, ഇൻഡിഫറൻസ് കർവ് നമ്മൾ പറഞ്ഞു, സ്ലോപ്പ്, പിന്നീട് ഇൻഡിഫറൻസ് കർവിന്റെ ഫീച്ചേഴ്സ് പറഞ്ഞു. നമ്മൾ ഇൻഡിഫറൻസ് മാപ്പിലെത്തി. ഇനി എത്ര ഫീച്ചേഴ്സ് ആണ് പറഞ്ഞത്? നമ്മൾ 3 ഫീച്ചേഴ്സ് ആണ് പറഞ്ഞത്. ഡൗൺ സ്ലോപ്സ് ഡൗൺവേർഡ് ആയിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇറ്റ് ഷുഡ് നോട്ട് ഇന്റർസെക്ട് വിത്ത് ഈച്ച് അതർ എന്ന് പറഞ്ഞു. ഇറ്റ്സ് ഇസ് കോൺവെക്സ് ടു ഒറിജിൻ എന്ന് പറഞ്ഞു. ഹയർ ദ ഇൻഡിഫറൻസ് കർവ്, ഹയർ ദ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞു. ഇൻഡിഫറൻസ് മാപ്പിൽ നമ്മൾ എത്തി. ഇനിയുള്ളത് നിങ്ങൾക്കൊരു ചെറിയ അസൈൻമെന്റ് ആണ്. അത് മറ്റൊന്നുമല്ല, നമ്മൾ ഈ പറഞ്ഞ കേസ് അല്ല, മറ്റൊരു കേസ്, എ കേസ് ഓഫ് പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്. രണ്ട് വസ്തുക്കള് പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ആണ് ഉപയോഗിക്കുക. എന്ന് വെച്ചാൽ ഒന്നിന് കൃത്യം പകരമായിട്ട് ഉപയോഗിക്കുന്ന വസ്തുക്കളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, നിങ്ങളുടെ ടെക്സ്റ്റിലുള്ള എക്സാമ്പിൾ ആണ്. എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ 5 rupees കോയിനും 5 rupee നോട്ടും, ദേ ആർ പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് അല്ലേ? 5 രൂപയുടെ നോട്ട് നമ്മൾ കൊടുക്കുമ്പോൾ ഒരാൾ 4 രൂപ തന്നെ നമ്മൾ സമ്മതിക്കില്ല. നമ്മൾ 5 രൂപ തന്നെ വേണം, 5 രൂപയുടെ കോയിൻ തന്നെ വേണം. ശരിയാണല്ലോ? 4 രൂപ മതി എന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല. ബിക്കോസ് those goods are perfect substitute. അപ്പോൾ 5 രൂപയുടെ നോട്ട് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഇൻ എക്സ്ചേഞ്ച് വി വുഡ് ലൈക്ക് ടു ഗെറ്റ് 5 rupees കോയിൻ. ശരിയാണല്ലോ? അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇവിടുത്തെ മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ വ്യത്യാസമുണ്ട്. ആലോചിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഒരു ഗുഡ് വേണ്ടാന്ന് വെക്കുമ്പോൾ കൃത്യം ഒരു ഗുഡ് കൂടുതൽ വേണം. ശരിയാണല്ലോ? ഇപ്പോൾ 5 rupees നോട്ടാണ് എനിക്ക് വേണ്ടത്. എന്ത് എക്സ്ചേഞ്ച് ചെയ്തിട്ട്? കോയിൻസ് എക്സ്ചേഞ്ച് ചെയ്തിട്ട്. സാധാരണ നമുക്കത് ഇഷ്ടമുള്ള കാര്യമാണ് അല്ലേ? ഈ കയ്യിൽ കുറെ കോയിൻസ് സൂക്ഷിക്കുന്നതിനേക്കാൾ നമുക്ക് ഇഷ്ടപ്പെടുന്നതാണ് നോട്ട് സൂക്ഷിക്കാനാണ് ഇഷ്ടം. അപ്പോ ഞാനെന്ന് പറയുന്ന വ്യക്തി, എനിക്ക് ഒരു കോമ്പിനേഷൻ ചോയ്സ് ചെയ്യുമ്പോൾ ഞാൻ തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നത് എന്റെ കയ്യിലുള്ള കോയിൻസ് കുറയ്ക്കുക, നോട്ട്സ് കൂട്ടുക. അപ്പോൾ ഞാൻ ആഗ്രഹിക്കുമ്പോൾ ഓരോ നോട്ട് കൂട്ടുമ്പോഴും എനിക്ക് എന്ത് സംഭവിക്കണം? ഓരോ നോട്ടിന്റെ എണ്ണം കൂടുമ്പോൾ എൻ്റെ അടുത്തുള്ള മൊത്തം പൈസ സെയിം ആയിരിക്കണം. ശരിയാണല്ലോ? എൻ്റെ അടുത്തുള്ള മൊത്തം സാറ്റിസ്ഫാക്ഷൻ സെയിം ആയിരിക്കണം, അല്ലെങ്കിൽ എൻ്റെ അടുത്തുള്ള മൊത്തം എമൗണ്ട് സെയിം ആയിരിക്കണം. ക്ലിയർ ആണല്ലോ? ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ ഇതിൽ പറയുകയാണെങ്കിൽ ഒരു 5 രൂപ നോട്ടും ഉണ്ട്, 4 5 രൂപ കോയിൻ ഉണ്ട്. അപ്പൊ എത്ര രൂപയെ കയ്യില്? 25 രൂപയായി. സെയിം ആണല്ലോ? 25 രൂപയുടെ സാറ്റിസ്ഫാക്ഷൻ ആണ് എടുത്തുള്ളത്. ഇനി ഒരു 5 രൂപ നോട്ട് ഞാൻ കൂടുതൽ എടുക്കാൻ ഉദ്ദേശിക്കുകയാണ് എന്ന് വെച്ചാൽ 2 5 രൂപ നോട്ട് എനിക്ക് വേണമെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ എന്ത് ഒഴിവാക്കണം? ഒരു 5 രൂപ കോയിൻ ഒഴിവാക്കണം. അപ്പോഴും എൻ്റെ അടുത്ത് 25 രൂപ ഉണ്ടാവും. ഇവിടെ നമ്മുടെ ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞ് 25 രൂപയാണ്. ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞ് 25 രൂപയുടെ സാറ്റിസ്ഫാക്ഷൻ ആണ്. മൂന്നാമത് പറഞ്ഞ കൂട്ടുമ്പോഴോ വീണ്ടും ഞാൻ ഓർമ്മ വേണ്ടെന്ന് വെക്കണം.
ഇനി 2 വേണ്ടെന്ന് വെച്ചാൽ എനിക്ക് 25 രൂപ ഉണ്ടാവില്ല എൻ്റെ അടുത്ത് കയ്യിൽ. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഒരുപാട് ഒഴിവാക്കി കഴിഞ്ഞാൽ, ഒഴിവാക്കുന്നതിന്റെ റേറ്റിൽ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് 25 ഉണ്ടാവില്ല. ഇവിടുത്തെ എന്റെ സാറ്റിസ്ഫാക്ഷൻ പറയുന്നത് 25 രൂപയുടെ സാറ്റിസ്ഫാക്ഷൻ ആണ്. അപ്പൊ 25 രൂപയുടെ സാറ്റിസ്ഫാക്ഷൻ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് ഓരോ റുപ്പീസും ഞാൻ കൂട്ടുമ്പോൾ, ഓരോ നോട്ടും ഞാൻ കൂട്ടുമ്പോൾ അതിന് ഈക്വലന്റ് ആയിട്ടുള്ള കോയിൻസ് ഞാൻ വേണ്ടാന്ന് വെക്കേണ്ടതായിട്ട് വരും. എന്നാലാണ് എനിക്ക് കറക്റ്റ് കയ്യിൽ 25 രൂപ ഉണ്ടാവുള്ളൂ. മനസ്സിലാവുന്നല്ലോ? 25 രൂപയുടെ സാറ്റിസ്ഫാക്ഷൻ ഉള്ളൂ. അപ്പൊ അങ്ങനെ വരുമ്പോ ഇവിടുത്തെ മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എങ്ങനെയാണ് നിങ്ങൾ നോക്കിയേ? നിങ്ങൾക്കത് ചെയ്യാൻ പറ്റുമല്ലോ. നിങ്ങൾ ആ ടേബിൾ ഉണ്ടാക്കുക. ഇവിടുത്തെ മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ അസൈൻമെന്റ് ആണ്. 1:1. ഒരു നോട്ട് കൂട്ടുന്നു, ഒരു കോയിൻ വേണ്ടെന്ന് വെക്കുന്നു. വീണ്ടും ഒരു നോട്ട് കൂട്ടുന്നു, വേണ്ടെന്ന് വെക്കുന്നു. അപ്പൊ ഇവിടുത്തെ മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് 1:1, 1:1, 1:1 ആണല്ലോ. കോൺസ്റ്റന്റ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ഗുഡ്സ് ഏത് ടൈപ്പ് ആണെങ്കിലാണ്? Goods are when the goods are perfect substitutes. Goods perfect substitutes ആവുമ്പോൾ marginal rate of substitution is constant. ഇനി നിങ്ങൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഒരു ഡയഗ്രാം, ഒരു കർവ് വരച്ച് നോക്കിയേ. എന്താ എടുക്കേണ്ടത്? നിങ്ങൾ എക്സ് ആക്സിസിൽ 5 rupees നോട്ട്സും വൈ ആക്സിസിൽ 5 rupee കോയിൻ എടുത്തുകൊണ്ട് നിങ്ങൾ ആ ഡിഫറെന്റ് കോമ്പിനേഷൻസ് ഉണ്ടല്ലോ, 1, 4, 2, 3, 3, 2, 4, 1 എന്നുള്ള കോമ്പിനേഷൻസ് വെച്ചിട്ട് നിങ്ങളൊരു കർവ് വരച്ച് നോക്കിയേ. ആ കർവിന്റെ ഷേപ്പ് എന്താണെന്ന് നോക്കിയേ. നിങ്ങൾ വരച്ചു കഴിഞ്ഞാല് നിങ്ങൾക്ക് മനസ്സിലാവും. ഡിഫറെന്റ് പോയിന്റ്സ് വന്നു. ആ ഡിഫറെന്റ് പോയിന്റ്സ് വെച്ച് നിങ്ങൾ കർവ് വരയ്ക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. കർവ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ. സോ ഇൻഡിഫറൻസ് കർവ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ. നമ്മുടെ അടുത്ത ഇമ്പോർട്ടന്റ് പോയിന്റ് ആണിത്. കാര്യം ഒരു അസൈൻമെന്റ് ആണെങ്കിലും ദിസ് ഈസ് സംതിങ് ദാറ്റ് യു ഷുഡ് ഓൾസോ അണ്ടർസ്റ്റാൻഡ്. ഇൻഡിഫറൻസ് കർവ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ when the goods are perfect substitutes. Goods perfect substitutes ആകുമ്പോൾ marginal rate of substitution constant ആവും. Because of that, marginal rate of substitution constant ആയിരിക്കുന്നത് കൊണ്ട് ഇൻഡിഫറൻസ് കർവ് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. നേരത്തെ നമ്മൾ പറഞ്ഞു ഓർക്കണം, അവിടെ marginal rate of substitution diminishing ആയതുകൊണ്ടാണ് ഇൻഡിഫറൻസ് കർവ് കോൺവെക്സ് ആയത്. marginal rate of substitution കോൺസ്റ്റന്റ് ആയാൽ ഇൻഡിഫറൻസ് കർവ് സ്ട്രെയിറ്റ് ലൈൻ ആവും. ക്ലിയർ ആണല്ലോ? അപ്പോൾ നമ്മുടെ ടോപ്പിക് നമ്മൾ കൺക്ലൂഡ് ചെയ്യാണ്. നമ്മൾ പഠിച്ചത് ഓർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ്. അതിൽ നമ്മൾ പറഞ്ഞു കൺസ്യൂമർ റാങ്ക് ചെയ്യാം. പറയുന്നതിന് വേണ്ടി നമ്മൾ കൺസംഷൻ ബണ്ടിൽ പറഞ്ഞു. അതുപോലെ നമ്മൾ മോണോട്ടോണിക് പ്രിഫറൻസ് പറഞ്ഞു, ഇൻഡിഫറൻറ്റ് ബണ്ടിൽ പറഞ്ഞു, മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ പറഞ്ഞു, ഡിമിനിഷിംഗ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ പറഞ്ഞു, ഇൻഡിഫറൻസ് കർവ് നമ്മൾ പറഞ്ഞു, ഇൻഡിഫറൻസ് കർവിന്റെ സ്ലോപ്പ് നമ്മൾ പറഞ്ഞു, ഇൻഡിഫറൻസ് കർവ് ഫീച്ചേഴ്സ്, ആൻഡ് at last we said about straight line indifference curve when the commodities are perfect substitutes. ടോപ്പിക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഓർഡിനൽ യൂട്ടിലിറ്റി കൺക്ലൂഡ് ചെയ്യാണ്. താങ്ക് യു.